Dear students, now we are going to the next part of the chapter Biodiversity and Conservation, that is Laws of Biodiversity. ആ ഭാഗമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. IUCN Red List, International Union for Conservation of Nature and Natural Resources. അവരൊരു റെഡ് ലിസ്റ്റ് ഉണ്ടാക്കിയത് 2004 says that 784 species, that is 338 vertebrates, 359 invertebrates and 87 plants were extinct in the last 500 years. 2004 അവരുണ്ടാക്കിയ റെഡ് ഡാറ്റ ലിസ്റ്റ് അനുസരിച്ച് 784 സ്പീഷീസ്, അതിൽ 338 വെർട്ടിബ്രേറ്റ്സ് ആണ്, 359 ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്, 87 പ്ലാന്റ്സ് ആണ്. അത്രയും ഓർഗാനിസംസ് ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി, ഭൂമിയിൽ ഇപ്പം ഇല്ല, നിലനിൽക്കുന്നില്ല, നശിച്ചുപോയി. അപ്പോൾ ലാസ്റ്റ് ഒരു 500 വർഷത്തിനുള്ളിൽ ഇത്രയും നാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയ ആനിമൽസിൻ്റെ, പ്ലാന്റ്സിൻ്റെയും ഒക്കെ ഒരു ലിസ്റ്റ് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് കുറച്ച് ആനിമൽസിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട് നമുക്ക്. ഡോഡോ, മൗറീഷ്യസിൽ കാണുന്ന ഡോഡോ, ഫസ്റ്റ് പിക്ചർ ഡോഡോൻ്റെയാണ്. ദെൻ ക്വാഗ ആഫ്രിക്കയിലുള്ളതാണ്, അതും എക്സ്റ്റിങ്ക്റ്റ് ആണ്. തൈലാസിൻ, ഓസ്ട്രേലിയയിലുള്ള തൈലാസിൻ എക്സ്റ്റിങ്ക്റ്റ് ആണ്. സ്റ്റെല്ലാർസ് സീ കൗ, റഷ്യയിലുള്ളതാണ്, എക്സ്റ്റിങ്ക്റ്റ് ആണ്. ദെൻ 3 സബ് സ്പീഷീസ് ടൈഗറിൻ്റെ, ബാലി, ജവാൻ, കാസ്പിയൻ, ഇതൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയ സ്പീഷീസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. അപ്പോൾ IUCNൻ്റെ കണക്കനുസരിച്ച് ലാസ്റ്റ് 500 വർഷത്തിനുള്ളിൽ ഇത്രയധികം ഓർഗാനിസംസ് ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി, നശിച്ചുപോയി, ഇനിയിപ്പോൾ അവരില്ല. ഡോഡോ 27 സ്പീഷീസ് ഡിസപ്പിയർഡ് ഇൻ ദ ലാസ്റ്റ് 20 ഇയേഴ്സ്. ലാസ്റ്റ് 20 ഇയേഴ്സിൽ 27 സ്പീഷീസ് ഡിസപ്പിയർഡ് ആയി. ദെൻ ക്വാഗയാണെങ്കിലോ 15,500 സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ്റെ ത്രെറ്റിലാണ്, അതായത് നാശം സംഭവിക്കാൻ പോകുന്നു. 12% ബേർഡ്സ്, 23% മാമൽസ്, 32% ആംഫീബിയൻസ് ആൻഡ് 31% ജിംനോസ്പേം സ്പീഷീസ് ഫേസ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇത്രയും ഓർഗാനിസംസ് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ പോവുകയാണ് ഭൂമിയിൽ നിന്ന്. അവരതിൻ്റെ ഭീഷണിയിലാണ്, ഇപ്പോൾ നാശം സംഭവിക്കാൻ പോകുന്ന ഓർഗാനിസംസ് ആണ്. ദ കറന്റ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ റേറ്റ് ഈസ് 100 to 1000 times faster than the pre-human times. മനുഷ്യൻ ഉണ്ടാവുന്നതിന് മുൻപുള്ള ഒരു സമയങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്പീഷീസ് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 1000 times ഫാസ്റ്റർ ആണ് മുൻ കാലഘട്ടങ്ങളെക്കാളും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടൽ വരുന്നതിന് മുൻപേയുള്ള കാലഘട്ടങ്ങളെക്കാളും 1000 മടങ്ങ് വേഗത്തിലാണ് പല സ്പീഷീസും പല ഓർഗാനിസംസും ഭൂമിയിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഫ് ദിസ് ട്രെൻഡ് കണ്ടിന്യൂസ്, നിയർലി ഹാഫ് ഓഫ് ഓൾ ദ സ്പീഷീസ് ഓൺ എർത്ത് മൈറ്റ് ബി എക്സ്റ്റിങ്ക്റ്റ് വിതിൻ നെക്സ്റ്റ് 100 ഇയേഴ്സ്. ഇതേ രീതി തുടരുകയാണെങ്കിൽ ഏകദേശം ഇപ്പം നിലവിലുള്ള സ്പീഷീസിൻ്റെ ഒരു പകുതിയിൽ കൂടുതലും ഭൂമിയിൽ നിന്നേ 100 വർഷത്തിനുള്ളിൽ തന്നെ അവർ നശിച്ചു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇമ്പാക്ട്സ്. എന്താണ് ബയോഡൈവേഴ്സിറ്റിക്ക് ലോസ് ബയോഡൈവേഴ്സിറ്റി ലോസ് അല്ലെങ്കിൽ ജൈവ വൈവിധ്യം നശിച്ചു തുടങ്ങിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ കുറയും. എൻവയോൺമെന്റൽ പെർട്ടർബേഷൻസ് സച്ച് ആസ് ഡ്രോട്ട്, വരൾച്ച, അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ ഇക്കോസിസ്റ്റം പ്രോസസ് സച്ച് ആസ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, വാട്ടർ യൂസ്, പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾസ്. അപ്പോൾ ഓർഗാനിസംസിൻ്റെ നാശം സംഭവിച്ചുകൊണ്ടിരുന്നാൽ എക്കോസിസ്റ്റത്തിൻ്റെ പല പ്രോസസ്സും, അതായത് പ്ലാന്റ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി, വെള്ളത്തിൻ്റെ ഉപയോഗം, പിന്നെ പെസ്റ്റ്, കീടങ്ങൾ, അതിൻ്റെ ഡിസീസ് സൈക്കിൾ, ഇതിനെ എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. Next we can see which are the 4 important reasons for the loss of biodiversity. 4 reasons നമ്മൾ
ദ ഈവിൾ ക്വാർട്ടറ്റ് എന്നാണ് അറിയപ്പെടുക. ഈവിൾ ക്വാർട്ടറ്റ്, 4 നാശങ്ങൾക്ക് കാരണമായ 4 കാരണങ്ങൾ. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഫസ്റ്റ് റീസൺ ആണത്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. ഈ 4നെയും കൂടി നമ്മൾ ടോട്ടലി പറയുന്നത് ഈവിൾ ക്വാർട്ടറ്റ് എന്നാണ്. ഇതാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന് നാശം സംഭവിക്കാനുള്ള 4 കാരണങ്ങൾ, മേജർ റീസൺസ്. ഫസ്റ്റ് വി ക്യാൻ സി ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ്, അതാണ് ഹാബിറ്റാറ്റ് ലോസ്. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് വേർ വി ലിവ്, ഓരോ ജീവജാലങ്ങളും ജീവിക്കുന്ന സ്ഥലങ്ങൾ, അവരുടെ വാസസ്ഥലത്തിലാണ് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ. അത് നശിച്ചാൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു, ആ ജീവജാലങ്ങളുടെ നാശം സംഭവിക്കുന്നു. ദെൻ ഫ്രാഗ്മെന്റേഷൻ. അതെന്ത് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫോട്ടോ കണ്ടറിയാം. ഒരു തിക്കായിട്ടുള്ള പ്ലാന്റ്സ് തെങ്ങി നിൽക്കുന്ന സ്ഥലത്തിന്റെ നടുഭാഗത്ത് തന്നെ നമ്മളതിനെ പ്ലാന്റ്സ് നശിപ്പിച്ച് വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവിടെ ഈ ഒരു ഇടതൂർന്ന കാടുകൾ അല്ലെങ്കിൽ ഇടതൂർന്ന മരങ്ങളുടെ ഇടയിൽ വളരുന്ന പ്ലാന്റ്സ്, ഓർഗാനിസംസ് ഉണ്ട് അല്ലെ, ഇൻസെക്ട്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, അവർക്കൊക്കെ നാശം സംഭവിക്കുകയാണ്. അതായത് ഉൾക്കാടുകളിൽ കാണുന്ന ജീവജാലങ്ങളായിരിക്കില്ല നമ്മൾ കാടിന്റെ പുറം ഭാഗങ്ങളിൽ കുറച്ച് വെളിച്ചം വരുന്ന സ്ഥലങ്ങളിൽ കാണുന്നത് വേറെ തരത്തിലുള്ള ഓർഗാനിസംസ് ആയിരിക്കും. പക്ഷെ തിക്ക് ഫോറസ്റ്റിൽ, കാടിന്റെ ഉൾഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഡെൻസ് ഏരിയാസിൽ കാണുന്ന ഓർഗാനിസംസും ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ വെളിച്ചം കുറവായിരിക്കും, കുറച്ചും കൂടി കൂൾനെസ് കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഇടതൂർന്ന രീതികളിലെ ഇടയ്ക്ക് ഒരു ഫ്രാഗ്മെന്റ് ചെയ്യുക, പീസസ് ആക്കി മാറ്റുകയാണെങ്കിൽ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഒരു വലിയൊരു കാരണമാണ് ജൈവ വൈവിധ്യം നശിക്കാനുള്ളത്. എക്സാമ്പിൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ ഭാഗങ്ങളിൽ കണ്ടോ 14% 6% നാശം സംഭവിക്കുകയാണ്. തൗസൻഡ്സ് ഓഫ് ഹെക്ടേഴ്സ് ഓഫ് റെയിൻ ഫോറസ്റ്റ് ആർ ബീങ് ലോസ്റ്റ് വിത്തിൻ അവേഴ്സ്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇത് നാശം സംഭവിച്ചു. The Amazon rainforest is being cut for cultivating soya beans or for conversion of grasslands for cattle. കണ്ടോ ആമസോൺ ഫോറസ്റ്റിൽ ഫസ്റ്റ് പിക്ചർ ആമസോൺ ഫോറസ്റ്റ് ആണ്. ആമസോൺ ഫോറസ്റ്റിൽ മരങ്ങൾ നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പല കൾട്ടിവേഷനൊക്കെ വേണ്ടിയിട്ട് നശിപ്പിച്ചാൽ അവിടെ ഉണ്ടാവുന്ന ഡീഫോറസ്റ്റേഷൻ ആണ്. അപ്പോൾ ആക്ച്വലി ഫോറസ്റ്റ്, വനത്തിന് തന്നെ നാശം സംഭവിക്കുക, ആ വനത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളും അതോടൊപ്പം നശിച്ചു പോകും. Fragmentation badly affects animals requiring large territories and migratory animals. അപ്പോൾ കുറേ ഏരിയ വാസസ്ഥലമായിട്ടുള്ള അനിമൽസിനെയൊക്കെ ഈ ഫ്രാഗ്മെന്റേഷൻ, നമ്മൾ ഒരു വലിയ കാടിന്റെ നടുവിൽ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഒരു കാടിന്റെ നടുവിൽ വലിയൊരു വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഇസ് ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ ആ ഒരു കാടിന്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യണത് അല്ലേ. ആ രീതിയിൽ നഷ്ടപ്പെടുമ്പോൾ അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങളെ വളരെയധികം അത് ബാധിക്കുന്നു. കൂടാതെ മൈഗ്രേറ്റ് ചെയ്യുന്ന അനിമൽസ്, മൈഗ്രേറ്ററി ബേർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളവിടേക്ക് പല കാലാവസ്ഥകൾക്കനുസരിച്ചും വരുന്ന ബേർഡ്സ്, അപ്പം അവരെയൊക്കെ അത് ബാധിക്കുക ചെയ്യുക. സെക്കൻഡ് റീസൺ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം, ആവശ്യം കഴിഞ്ഞ് അത്യാഗ്രഹത്തിന് ചെയ്യുമ്പോഴാണ് അത് ഓവർ എക്സ്പ്ലോയിറ്റേഷനായി മാറുക. സ്റ്റെല്ലാർസ് സീക്കൗ, പാസഞ്ചർ പീജിയൻ എക്സെട്ര എക്സ്റ്റിങ്ക്ട് ഡ്യൂ ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇതൊക്കെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വഴി എക്സ്റ്റിങ്ക്ട് ആയ ഓർഗാനിസംസ് ആണ്. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, അതായത് നമ്മുടേതല്ലാത്ത സ്പീഷീസിനെ, ഇന്ത്യയിലത്തെ അല്ലാത്ത സ്പീഷീസിനെ നമ്മൾ പുറമേ നിന്ന് നമ്മുടെ വോട്ടേഴ്സിൽ, നമ്മുടെ വെള്ളത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്മുടെ കാടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളിലോ വളർത്താൻ തുടങ്ങിയാൽ അതെന്ത് സംഭവിക്കും? നമ്മുടേതായ സ്പീഷീസിന് നാശം സംഭവിക്കാൻ കാരണമാവുന്നു. അതായത് നമ്മുടെ ഇൻഡിജിനസ് സ്പീഷീസിന് നാശം സംഭവിക്കാനുള്ള കാരണം. ഏലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള സ്പീഷീസ്. എക്സാമ്പിൾസ് ഫോർ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ: ദ നൈൽ പെർച്ച്. നൈൽ പെർച്ച് ആണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലേക്ക് വിക്ടോറിയ, ഈസ്റ്റ് ആഫ്രിക്കയിലെ ലേക്കാണ് ലേക്ക് വിക്ടോറിയ. കോസ്റ്റ് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് മോർ ദാൻ 200 സ്പീഷീസ് ഓഫ് സിക്ലിഡ് ഫിഷ് ഇൻ ദ ലേക്ക്. ആ ലേക്കിൽ ഉണ്ടായിരുന്ന സിക്ലിഡ് ഫിഷ് ആണ് നെക്സ്റ്റ് ഫോട്ടോ. അപ്പോൾ നൈൽ പെർച്ചിനെ അവിടെ ആ വാട്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ സ്വാഭാവികമായി ജീവിച്ചുകൊണ്ടിരുന്ന സിക്ലിഡ് ഫിഷിന്റെ ഏകദേശം 200-ലധികം സ്പീഷീസിന് നാശം സംഭവിച്ചു. ഇൻവേസീവ് വീഡ് സ്പീഷീസ് ലൈക്ക് കാരറ്റ് ഗ്രാസ്, ലെൻഡാന ആൻഡ് വാട്ടർ ഹയാസിൻത് കോസ്റ്റ് ഡാമേജ് ടു അവർ നേറ്റീവ് സ്പീഷീസ്.
നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് കുറെ കാണുന്നതാണ്, ലൻഡാനയൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇപ്പോൾ അതൊക്കെ നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവന്ന ബീഡ്സ് ആണ്. അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മുടേതായ നമ്മുടെ തനത് ചെടികൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന തനത് ചെടികൾ പലതും നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പലതും കാണാതായി തുടങ്ങി. Illegal introduction of African catfish, African mushi, for aquaculture is posing a threat to indigenous catfishes in our rivers. അപ്പം നമ്മുടെ പുഴകളിൽ, നദികളിലേക്ക് ആഫ്രിക്കൻ കാറ്റ്ഫിഷിനെ വളർത്താനായിട്ട് ഇട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ മുഷികൾ, ഇന്ത്യൻ കാറ്റ്ഫിഷസിന്റെ നിലനിൽപ്പിനെ അത് വളരെ സാരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഫോർത്ത് റീസൺ ഈസ് കോ എക്സ്റ്റിങ്ഷൻ. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവി അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഒക്കെ നശിച്ചാൽ അതിനെ ആശ്രയിച്ച് അതിനോട് ഒത്തു ജീവിക്കുന്ന വേറൊന്നിനും നാശം സംഭവിക്കുന്നു. When a species becomes extinct, the species associated with it also extinct. അതിനോട് ചേർന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കുകയാണ് ചെയ്യുക. എക്സാമ്പിൾ, എക്സ്റ്റിങ്ഷൻ ഓഫ് പാരസൈറ്റ്സ് when the host is extinct. അപ്പോൾ ഒരു മരത്തിൽ ജീവിക്കുന്ന കുറേ ആനിമൽസ് ഉണ്ട്, കുറേ ഇൻസെക്ട്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ടെൻഡ്രിൽസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മരം നശിച്ചാൽ അതിനോട് ചേർന്നിരിക്കുന്നതെല്ലാം നാശം സംഭവിക്കുന്നു. ഇൻ കോ ഇവോൾവ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം, എക്സ്റ്റിങ്ഷൻ ഓഫ് വൺ കോസസ് എക്സ്റ്റിങ്ഷൻ ഓഫ് അതർ. അപ്പോൾ ഒരു മ്യൂച്വലിസം വഴി രണ്ടുപേർക്കും ഉപകാരപ്രദമായ രീതിയിൽ പ്ലാന്റ് പോളിനേഷൻ ഒക്കെ നടത്തുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളിൽ വരികയാണെങ്കിൽ അതിന് സഹായിക്കുന്ന ഏതെങ്കിലും ഒന്ന്, മ്യൂച്വലിസത്തിൽ ഇൻവോൾവ് ആയ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് നാശം സംഭവിച്ചാൽ ആ മ്യൂച്വലിസത്തിൽ വരുന്ന എല്ലാ ജീവജാലങ്ങളുടെ നാശം അവിടെ ഉണ്ടാവുക ചെയ്യാം. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അപ്പോൾ എങ്ങനെയാണ് ലോസ് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു ബയോഡൈവേഴ്സിറ്റിക്ക്. ഈ ബയോഡൈവേഴ്സിറ്റി എങ്ങനെ കൺസർവ് ചെയ്യാം, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ സംരക്ഷിക്കാം. റീസൺസ് ഫോർ കൺസർവേഷൻ. എന്തൊക്കെയായിരിക്കാം നമുക്ക് കൺസർവ് ചെയ്യാനുള്ള കാരണങ്ങൾ? നാരോലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്. വളരെ ഇടുങ്ങിയ ആവശ്യങ്ങൾ കൊണ്ട്, നമ്മുടേതായ കുറച്ച് ആവശ്യങ്ങൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാം. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്, കുറച്ചും കൂടി വിശാല ചിന്താഗതി കൊണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. എത്തിക്കൽ ആർഗ്യുമെന്റ്, എത്തിക്സ്, നമുക്ക് നമ്മുടേതായ ഒരു സദാചാര ബോധം കൊണ്ടൊക്കെ നമുക്ക് ഇതൊക്കെ ആയിരിക്കാം നമുക്ക് കൺസർവേഷൻ റീസൺസ്. സോ ഫസ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് നാരോലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെന്റ്സ്. ഹ്യൂമൻ ഡിറൈവ് ഇക്കോണമിക് ബെനിഫിറ്റ്സ് ഫ്രം നേച്ചർ സച്ച് ആസ് ഫുഡ്, firewood, fiber, construction material, industrial products, tannin, resin, dyes, medicines. അപ്പോൾ നമ്മൾ പല നേച്ചറിൽ നിന്നുള്ള പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ പൈസക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഫുഡ് കിട്ടുന്നുണ്ട്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഫയർവുഡ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് മരങ്ങൾ, പിന്നെ പല ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്, ഡൈസ്, റെസിൻസ്, പെർഫ്യൂംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, മെഡിസിൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. More than 25% of drugs are derived from plants. അപ്പോൾ ഏറ്റവും കൂടുതൽ, വളരെയധികം 25% അധികം മരുന്നുകൾ പ്ലാന്റ്സിൽ നിന്നാണ് ഉണ്ടാവുന്നത്. 25,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഹാവ് മെഡിസിനൽ വാല്യൂ. അപ്പോൾ പ്ലാന്റ്സിന്റെ ഏകദേശം 25,000 സ്പീഷീസിന് മുകളിൽ പ്ലാന്റ്സിനൊക്കെ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് അല്ലേ. നമ്മുടെ തന്നെ ഇന്ത്യയുടെ തനതായ ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം. കേരളത്തിന്റെ തനതായ ചികിത്സാ രീതിയാണത്. അപ്പോൾ അതനുസരിച്ച് വളരെയധികം പ്ലാന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുൻ തലമുറകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ പ്ലാന്റ്സിനും അതിൻ്റെതായ മെഡിസിനൽ വാല്യൂസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ജൈവ വൈവിധ്യം സംരക്ഷിക്കണം. Now we can see the second reason, broadly utilitarian argument. Biodiversity plays a major role in many ecosystem services. ജൈവ വൈവിധ്യമാണ് നമ്മുടെ പല ഇക്കോസിസ്റ്റത്തിന്റെ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. Amazon forest produce 20% of total oxygen in the Earth's atmosphere. Amazon forest ആണ് ഭൂമിയുടെ ലങ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. ലങ്സ് ഓഫ് എർത്ത്, നമ്മുടെ പ്ലാനറ്റിന്റെ ലങ്സ് എന്ന് പറയുന്നത്. ആ ലങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലങ്സിന്റെ ഫംഗ്ഷൻ എന്താ? റെസ്പിറേഷൻ അല്ലേ. നമ്മുടെ ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എല്ലാം ലങ്സിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ 20%-ലധികം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടാവുന്നത് ആമസോൺ ഫോറസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആമസോൺ കാടുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ദെൻ പോളിനേഷൻ ത്രൂ ബീസ്, ബംബിൾ ബീസ്, ബേർഡ്സ്, ബാറ്റ്സ്. അപ്പോൾ പോളിനേഷൻ അല്ലേ, പരാഗണം നടക്കണമെങ്കിൽ ബേർഡ്സ്, ബീസ് ഇതൊക്കെ സഹായിക്കുന്നത്. അപ്പം അതൊക്കെ സംരക്ഷിക്കണം. എസ്തെറ്റിക് പ്ലഷേഴ്സ്, അത് മാത്രമല്ല ഭൂമിയുടെ ഒരു സൗന്ദര്യം ഉണ്ട് അല്ലേ, ആ സൗന്ദര്യം സംരക്ഷിക്കപ്പെടണം.
ആ ഭംഗി നമുക്ക് മാത്രമല്ല വരും തലമുറയ്ക്കും ആസ്വദിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെയാണ് നമുക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാനുള്ള വളരെ വിശാലമായ ഒരു ചിന്താഗതി. Now we can see the ethical arguments. Every species has an intrinsic value. അല്ലെ, ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ഒരു മൂല്യമുണ്ട് ഭൂമിയിൽ, അല്ല അവരുടേതായ അവകാശങ്ങളും ഭൂമിക്കുണ്ട്. വി ഹാവ് എ മോറൽ ഡ്യൂട്ടി ടു കെയർ ഫോർ ദിയർ വെൽബീയിങ്. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു മോറൽ ഡ്യൂട്ടി നമുക്കുണ്ട് ഇവരെയൊക്കെ സംരക്ഷിക്കണമെന്ന്. അപ്പം ഇതൊക്കെ കൊണ്ട് നമുക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്തേ മതിയാവൂ. രണ്ട് തരത്തിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാം: ഇൻ situ കൺസർവേഷൻ ആൻഡ് എക്സ് situ കൺസർവേഷൻ. ഇൻ situ എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ്, എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നമ്മൾ സംരക്ഷിക്കുന്നു. എക്സ് situ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അവിടെ സംരക്ഷിക്കുന്നതിനെ എക്സ് situ കൺസർവേഷൻ എന്ന് പറയുന്നു. So first we can see what is in situ conservation. The conservation of genetic resources within natural or human-made ecosystem in which they occur. അപ്പോൾ എവിടെയാണോ ഈ ജീവജാലങ്ങൾ ഉള്ളത് അവിടെ തന്നെ അവരെ സംരക്ഷിക്കുന്നതിനെ ഇൻ situ കൺസർവേഷൻ എന്ന് പറയുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് സച്ച് ആസ് നാഷണൽ പാർക്സ്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, കൾച്ചറൽ ലാൻഡ്സ്കേപ്സ്, നാച്ചുറൽ മോണുമെന്റ്സ് എക്സെട്ര. അതിൽ ചിലത് മനുഷ്യനിർമ്മിതമായിരിക്കാം, പക്ഷെ അവിടെ തന്നെ തനതായി വളരുന്ന ജീവജാലങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, ലാൻഡ്സ്കേപ്സ്, മോണുമെന്റ്സ്, ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നത്, പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിക്കുന്നത് ഇൻ situ കൺസർവേഷനിൽ പെടുന്നു. ഇന്ത്യ ഹാസ് 14 ബയോസ്ഫിയർ റിസർവ്സ്, 90 നാഷണൽ പാർക്സ് ആൻഡ് 448 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഇന്ത്യയിലുള്ള ഇൻ situ കൺസർവേഷൻ്റെ സ്ഥലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്ട്രിക്ട്ലി നാഷണൽ പാർക്സ് എന്തിനാ ഉപയോഗിക്കുക? വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് നാഷണൽ പാർക്സ്? Strictly reserved for welfare of the wildlife, where private ownership, cultivation, grazing, etc. are prohibited. വൈൽഡ് ലൈഫിനെ അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമാണ് നാഷണൽ പാർക്ക്. അവിടെ പ്രൈവറ്റ് ആയിട്ട് ആളുകൾക്ക് സ്ഥലം മേടിക്കാനോ അവിടെ കൃഷി നടത്താനോ അല്ലെങ്കിൽ എന്താണ് ജീവജാലങ്ങളെ കന്നുകാലികൾക്ക് മേയാൻ വിടാനോ ഒന്നും സാധിക്കില്ല. എക്സാമ്പിൾ ഇരവികുളം നാഷണൽ പാർക്ക് ഇൻ കേരള. ഇരവികുളം നാഷണൽ പാർക്കാണ് നാഷണൽ പാർക്കിൻ്റെ ഒരു എക്സാമ്പിൾ. ദെൻ സാങ്ച്വറി. ഹിയർ ദ പ്രൊട്ടക്ഷൻ ഇസ് ഗിവൺ ഓൺലി ടു അനിമൽസ്. പെരിയാർ സാങ്ച്വറി നിങ്ങൾ കേട്ടിട്ടുണ്ട്, അവിടെ അനിമൽസിനെ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. കളക്ഷൻ ഓഫ് ടിമ്പേഴ്സ്, minor forest products and private ownerships are allowed so long as they do not harm the animals. ഇവിടെ പക്ഷേ നാഷണൽ പാർക്കിൻ്റെ പോലെയല്ല, നമുക്ക് മരം മുറിക്കാൻ കുഴപ്പമില്ല, അനുവാദത്തോടെ മരം മുറിക്കാം, ഫോറസ്റ്റ് പ്രൊഡക്ട്സ് നമുക്ക് അവർക്ക് എടുക്കാൻ പറ്റും, പ്രൈവറ്റ് ആയിട്ട് സ്ഥലങ്ങൾ ആളുകൾക്ക് വാങ്ങാൻ സാധിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ, അനിമൽസിന് ഒരു രീതിയിലും നാശം സംഭവിക്കരുത്. എക്സാമ്പിൾ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള. Next is biosphere resource. Areas of land or coastal ecosystems for conservation and sustainable use. അപ്പോൾ ഭൂമിയുടെയും പിന്നെ നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൻ്റെയും അവിടെയുള്ള എക്കോസിസ്റ്റത്തിനെ സംരക്ഷിക്കുക, നിലനിൽക്കാൻ പറ്റുന്ന രീതിയിൽ സംരക്ഷിക്കുക, അടുത്ത തലമുറയ്ക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സംരക്ഷിക്കുക. എക്സാമ്പിൾ നീലഗിരി ബയോസ്ഫിയർ റിസർവ്സ്. Then sacred groves or sacred forest. Forest fragments which are communally protected based on religious beliefs. അപ്പോൾ നമ്മുടെ ചില വിശ്വാസങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ചില കാടുകളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, അതിനെയാണ് നമ്മൾ സേക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ കാവുകൾ എന്നൊക്കെ പറയും. കാവുകൾ പല അമ്പലങ്ങളോടൊക്കെ അനുബന്ധിച്ച് കാവുകൾ കാണാം. കാവുകൾ, സർപ്പക്കാവുകൾ, ഇതൊക്കെ സേക്രഡ് ഗ്രൂവ്സ് ആണ്. Sacred groves in Khasi and Jaintia Hills in Meghalaya, then Aravalli Hills of Rajasthan, Western Ghat regions of Karnataka and Maharashtra, Sarjuga, Chanda and Bastar areas of Madhya Pradesh. ഇതൊക്കെ കുറച്ച് നമ്മുടെ വിശ്വാസങ്ങളുടെ പുറത്ത് സംരക്ഷിക്കപ്പെടുന്ന ചില സ്ഥലങ്ങളാണ്. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നത്. അതിനാൽ തന്നെ അതിനുള്ളിലുള്ള ജീവജാലങ്ങളും അതോടൊപ്പം സംരക്ഷിക്കപ്പെടുന്നു. ഇവിടെ അടുത്ത് തന്നെ നിങ്ങൾക്കറിയാം 2-3 സ്ഥലങ്ങളുണ്ട് അങ്ങനെ കാവുകളുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു തൃശ്ശൂർ ജില്ലയിലെ ഒരു
2-3 സ്ഥലങ്ങളിൽ അങ്ങനെ സംരക്ഷണം നടക്കുന്നുണ്ട്. പിന്നെ എറണാകുളം ജില്ലയിലാണ് ഒരു ഇരിങ്ങോൾ കാവുണ്ട്, അവിടെയും സംരക്ഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വളരെ ഇടതൂർന്ന ഫോറസ്റ്റ് പോലെയാണ്. മറ്റുള്ളവർക്ക് അവിടെ മരം മുറിക്കാനോ അങ്ങനെയുള്ള അധികാരങ്ങളോ അനുവാദങ്ങളോ ഒന്നുമില്ല. അതൊരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ ഒരു വിശ്വാസമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും അത് നടക്കുക. ദെൻ എക്സ് സീറ്റു കൺസർവേഷൻ, അതായത് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് അവരെ കൊണ്ടുവന്ന് വേറെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് സംരക്ഷിക്കുന്നതിനാണ് എക്സ് സീറ്റു കൺസർവേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ കൺസർവേഷൻ ഓഫ് ഓർഗാനിസംസ് ഔട്ട്സൈഡ് ദർ ഹാബിറ്റാറ്റ്സ്. അപ്പോൾ അവരെ വാസസ്ഥലത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുക. എക്സാമ്പിൾ ജനറ്റിക് റിസോഴ്സ് സെൻറ്റേഴ്സ്. അപ്പോൾ സീഡ്സ് ഒക്കെ അങ്ങനെ ജനറ്റിക് റിസോഴ്സ് സെൻറ്റേഴ്സിൽ സംരക്ഷിക്കാൻ സാധിക്കും. സുവോളജിക്കൽ പാർക്സ്, വൈൽഡ് സഫാരി പാർക്സ്, ബൊട്ടാനിക്കൽ ഗാർഡൻസ്, ജീൻ ബാങ്ക്സ്, ക്രയോ പ്രിസർവേഷൻ, ഇതൊക്കെയാണ് എക്സ് സീറ്റു കൺസർവേഷൻ്റെ മെത്തേഡ്സ്. ഇനി ഹോട്ട്സ്പോട്ട്സ്. ഹോട്ട്സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ ചില ഏരിയാസ് എല്ലായിടത്തും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഹോട്ട്സ്പോട്ട്സ്? ദീസ് ആർ ദ റീജിയൻസ് വിച്ച് വെരി ഹൈ സ്പീഷീസ് റിച്ച്നെസ്. വളരെയധികം സ്പീഷീസ് റിച്ച്നെസ് ഉള്ള ഒരു സ്ഥലമാണ് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത്. ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം, അതായത് അവിടെ മാത്രം കാണുന്ന ചില പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഉണ്ട്. ബട്ട് മോസ്റ്റ് ത്രെറ്റൻഡ്, മിക്കവാറും എണ്ണം എക്സ്റ്റിങ്ക്റ്റ് ആവാൻ ഭീഷണി ഉള്ളതാണ്, എക്സ്റ്റിങ്ക്റ്റ് ആവാൻ സാധ്യതയുള്ളതാണ്. ദർ ആർ 34 ഹോട്ട്സ്പോട്ട്സ് ഇൻ ദ വേൾഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ 34 ഹോട്ട്സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ലോകത്തിൽ തന്നെ. അതിൽ 3 ഹോട്ട്സ്പോട്ട്സ് ഇന്ത്യയിൽ തന്നെയാണുള്ളത്. വെസ്റ്റേൺ ഘാട്സ് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. ഇവിടുത്തെ പ്രത്യേകത സ്പീഷീസ് റിച്ച്നെസ് വളരെ കൂടുതലുള്ള സ്ഥലമാണ്. അവരുടെ മാത്രമായ കുറേ സ്പീഷീസ് ഉണ്ട്. പക്ഷെ അവർ ആ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയാൻ കാരണം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതിന് നാശം സംഭവിക്കാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള 3 സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദീസ് ആർ ദ റീജിയൻസ് വിത്ത് വെരി ഹൈ സ്പീഷീസ് റിച്ച്നെസ്. അതിൻ്റെ വെസ്റ്റേൺ ഘാട്സ്, ശ്രീലങ്ക, ഹിമാലയാസ്, ഇതൊക്കെയാണ് ഏരിയാസ്. ഇൻഡോ ബർമ ഹോട്ട്സ്പോട്ട്സ്. All hotspots together cover only less than 2% of Earth's land area, but the species richness is extremely high. ഏകദേശം 2% കുറവ് മാത്രമേ ഭൂമിയുടെ ഏരിയയിൽ ഹോട്ട്സ്പോട്ട്സ് ഉള്ളൂ. പക്ഷെ അവിടെയുള്ള സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ ബാക്കി ഏത് സ്ഥലങ്ങളെ വെച്ച് നോക്കിയാലും വളരെയധികം കൂടുതൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്പീഷീസ് ഉണ്ടാവും അവിടെ. പ്രൊട്ടക്ഷൻ ഓഫ് ഹോട്ട്സ്പോട്ട്സ് റെഡ്യൂസ്ഡ് ദ ഓൺ ഗോയിങ് എക്സ്റ്റിങ്ഷൻസ് ബൈ 30%. ഈ ഹോട്ട്സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രൊട്ടക്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമ്മുടെ സ്പീഷീസ് അല്ലെങ്കിൽ ഓർഗാനിസംസിൻ്റെ നാശം ഏകദേശം 30% തടയാൻ സാധിച്ചിട്ടുണ്ട്. എർത്ത് സമ്മിറ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ എഫേർട്സ് ഉണ്ടായിട്ട് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാൻ. അതിനുവേണ്ട ഒരു എഫേർട്ട്, അങ്ങനെ ഒരു മീറ്റിംഗ് ആണ് എർത്ത് സമ്മിറ്റ്. റിയോ ഡി ജനീറിയോയിൽ 1992 ഈ എർത്ത് സമ്മിറ്റ് ഉണ്ടായത്, മീറ്റിംഗ് നടന്നത്. എന്താണ് മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം? ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു? കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം സംരക്ഷിക്കാം. സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതിൽ നിന്ന് നമുക്ക് പ്രൊഡക്ട്സ് ഉപയോഗിക്കാം, പക്ഷെ ആ നിലനിന്ന് നിർത്തിക്കൊണ്ട് ഉപയോഗിക്കുക. ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് റൈസിംഗ് ഫ്രം ജനറ്റിക് റിസോഴ്സസ്, അതിൽ നിന്നുണ്ടാവുന്ന ബെനിഫിറ്റ്സ്, ജനറ്റിക് റിസോഴ്സസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഉപയോഗിക്കുക, ഷെയർ ചെയ്യുക. രണ്ടാമത്തെ ഒരു അതുപോലെ എന്ന ഒരു മീറ്റിംഗ് ആണ് വേൾഡ് സമ്മിറ്റ്. ജോഹന്നാസ്ബർഗിൽ 2002 നടന്നത്. ദ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹെൽഡ് ഇൻ 2002 ഇൻ ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 190 countries pledged to reduce the current rate of biodiversity loss. 190 കൺട്രീസ് അതിൽ പങ്കെടുത്തു. അവരെടുത്ത പ്ലഡ്ജ്, പ്രതിജ്ഞ ഇതായിരുന്നു: ഇപ്പോഴത്തെ രീതിയിലുള്ള ബയോഡൈവേഴ്സിറ്റി ലോസിനെ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യാമെന്നാണ് അവരെടുത്ത പ്രതിജ്ഞ. അപ്പം ഇതൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാഗത്തും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ. ഓരോ വിദ്യാർത്ഥി ബയോളജി സ്റ്റുഡൻസിൻ്റെയും ഒരു ആവശ്യം തന്നെയാണ് ജൈവ വൈവിധ്യം നിലനിർത്തുക എന്നുള്ളത്. നമ്മുടെ എക്കോ സിസ്റ്റത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും മനുഷ്യരാശിക്ക് വേണ്ടിയും നിലനിർത്തലിന് വേണ്ടിയും ഇത് വളരെ അത്യാവശ്യവുമാണ്.